ഹായ് ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങളത് ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് പോവാം അല്ലേ. ഞാൻ ഇന്ന് ഒരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ, വരൂ. അപ്പോൾ എനിക്ക് 2-3 ദിവസമായിട്ട് വീഡിയോയൊന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഒരു 3 ദിവസമായിട്ടോ, ശനി ഞായർ തിങ്കൾ, ഈ 3 ദിവസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇനി ചെയ്യാൻ പോകുന്നത് തിങ്കളാഴ്ചത്തെ വീഡിയോ ഞാൻ ചൊവ്വാഴ്ചയായിട്ട് അപ്ലോഡ് ചെയ്യണേ, ആ ഒരു രീതിയിലാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 ദിവസം ഞാൻ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാതിരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ തീരെ പറ്റാത്തതുകൊണ്ടായിരുന്നു വീഡിയോ വരാതിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ വീഡിയോ ഇടുമായിരുന്നു കേട്ടോ, പക്ഷേ പറ്റിയില്ല. അപ്പോൾ അതങ്ങനെ അതിൻ്റെ വഴിക്ക് അങ്ങനെ പോട്ടെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച മുതലുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ പച്ചക്കറി കൊട്ടയ്ക്കൊന്ന് മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ചായക്കുള്ള വെള്ളം വെച്ചു. അതുപോലെ തന്നെ നമ്മൾ കടല ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് കഴുകിയിട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അതും കൂടി എന്നിട്ട് സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഗോതമ്പ് പൊടിയുടെ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് കടല. പക്ഷേ രാവിലെ ആയ സമയത്ത് അപ്പൂസ് ദോശ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേറെ ദോശയൊന്നുമല്ലല്ലോ, അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞങ്ങളിത് പെട്ടെന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഗോതമ്പ് ദോശയ്ക്കുള്ള ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് കലക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു ഓരോന്നങ്ങോട്ട് കഴിയണതിനനുസരിച്ച് ഓരോന്ന് അങ്ങോട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാനുള്ള രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചായയൊക്കെ റെഡിയായി. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അതിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അപ്പൂസ് ഞാൻ എണീക്കുന്ന ടൈമിൽ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനൊന്നും വാശിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവനവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ അവിടെ ആവട്ടെ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ 2 മുട്ടയും കൂടെ ഇവർക്ക് മനുവിനും അപ്പൂസിനും വേണ്ടിയിട്ട് പുഴുങ്ങി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇവർ ശനിയാഴ്ച വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മുട്ട കൊണ്ടുവരികയാണ് കേട്ടോ. അവിടെ ഏട്ടൻ മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുട്ടയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് 2 പുഴുങ്ങാൻ വേണ്ടിയിട്ട് അത് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കറിന് കംപ്ലൈൻ്റ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവുമോ അറിയില്ല. അത് നമ്മൾ അതിൻ്റെ എന്താ പറയുക, വിസിലിൻ്റെ അടുത്ത് വേറൊരു സംഭവമല്ലേ, പേരെനിക്കറിഞ്ഞൂടാ. അപ്പോൾ ആ ഒരു സംഭവം മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ വാഷർ മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതും മുട്ട കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഒന്നൊഴിയുമ്പോൾ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കട്ടി കുറച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ അലക്കാനുള്ള തുണിയും കൂടിയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസമായിട്ട് വയ്യായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു ദിവസത്തത് സാധാരണ ഞാൻ ഡെയിലി അലക്കാറില്ല കേട്ടോ. ഇത് അപ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ടുണ്ട്. നമ്മൾ സാധാരണ അലക്കണേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഓരോന്നോരോന്ന് തരം തിരിച്ചെടുത്തിട്ടാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഇപ്പോൾ പുറത്തേക്ക് ഇടുന്നതും വീട്ടിൽ നിന്ന് ഇടുന്നതും അതുപോലെ ഓരോരുത്തരുടെ ഡ്രസ്സ് അങ്ങനെ ഞാൻ വേറെ ആക്കിയിട്ടേ ഞാൻ അലക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെയൊക്കെ ഒന്നും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കടലയുടെ വിസിലൊക്കെ കറക്റ്റായിട്ട് 4-5 വിസിലൊക്കെ വന്നിട്ടുണ്ട്.
അതാണ് മാറ്റി വെച്ചപ്പോൾ ഞാൻ വേഗം മുട്ടയുടെ കുക്കർ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് അലക്കാനുള്ള തുണികൾ മാറ്റി വയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇതേ നമ്മളെ മുട്ട റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഞാൻ കറിക്കുള്ളതും കൂടെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതും കാവി പോയി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങോട്ട് വറുത്തിടാലോ എന്ന് വേഗം ഒന്ന് വിചാരിച്ച് അതും കൂടെ നമ്മളൊന്ന് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ അപ്പോസ് ടി വി കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ആൾ ടി വി കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അവൻ സ്മെല്ല് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതെന്താ വെച്ചാൽ കടല വേവുന്നൊരു സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിസിലടിക്കുന്ന ആ ഒരു ടൈമിൽ. അപ്പോൾ അത് കിട്ടിയിട്ടാണ് അവൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവൻ വന്ന് നോക്കിയ സമയത്ത് ദോശയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ ദോശയ്ക്ക് ഈ ഒരു മണമല്ലല്ലോ എന്നുള്ള സംസാരം അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ അവൻ വേഗം ഈ ദോശ എടുത്തപ്പോഴാണ് അവൻ ഓർത്തത് കൈ കഴുകിയിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ വേഗം കൈയൊക്കെ കഴുകാൻ പോയിട്ട് അപ്പോഴേക്കും ഞാനതൊന്ന് ചുരുട്ടി കൊടുത്തു. അപ്പോൾ അവൻ ആദ്യം എന്നോട് പഞ്ചസാര വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഓർക്കാതെ പഞ്ചസാര വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് കടലയുടെ കറിയുണ്ട്, അതിൻ്റെ സ്മെല്ലാണ് വരുന്നത്, അത് വറുത്തിട്ടുണ്ട്, ഇപ്പം തരട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കാനുണ്ട്. അപ്പോൾ അത് അവനോട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്നോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഇനിയിപ്പോൾ പഞ്ചസാരയ്ക്ക് വാശി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ഞാൻ കടലയൊക്കെ വേഗം ഒരു പ്ലേറ്റിലാക്കി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ ഇരുന്ന് അങ്ങനെ കഴിച്ചോളേ. പിന്നെ അതേ സോപ്പ് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇവിടെ ഒന്നിച്ചാണ് സോപ്പ് പൊടി കൊണ്ടുവരാറുള്ളത് കേട്ടോ. ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടല്ല. ഞാൻ വല്ലപ്പോഴും ഇവിടെ മറന്നുപോയി പെട്ടെന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മനുവിനെ പറഞ്ഞ് അയച്ചിട്ട് 10 രൂപയുടെ 20 രൂപയുടെ പാക്ക് ഉണ്ടാവില്ലേ, അത് അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇത് സാധാരണ ഇവിടെ ഒന്നിച്ച് കൊണ്ടുവന്ന് വയ്ക്കാറുള്ളതാണ്. അപ്പോൾ അത് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മിഷനിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കിയ ആ ഒരു ടൈമിലാണ് പൊടി തീർന്നത് അറിയണത്. പിന്നെ അങ്ങനെ അവരെ വിളിച്ച് പറഞ്ഞു, അവർ വരുന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ പൊടി. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കവറൊക്കെ ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ പാക്ക് 2 കൊണ്ടുവന്നിട്ടുണ്ട്, ഉജാലയുടെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും അതൊന്ന് മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പാല് നന്ദിനിയുടെ പാലാണ് കൊണ്ടുവന്നത്. ഇത് സാധാരണ അവിടെ കൊണ്ടുവരാത്തതാണ് കേട്ടോ. നമ്മൾ മിൽമയുടെ പാലേ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കാച്ചി റെഡിയാക്കി വെക്കാനുണ്ട്. രാവിലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അത് വൈകണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം കാച്ചി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അപ്പോഴേക്ക് മനുവൊക്കെ പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവനൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പോസിനും ഇറങ്ങണം കേട്ടോ. ഞാൻ ഇന്ന് സാധാരണ അവൻ പോകുന്നതൊന്നും എല്ലാ ടൈമിലൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ എടുക്കാറുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അപ്പൂസിനും പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അവനത് കിട്ടിയ ചെരുപ്പ് എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് എനിക്കത് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് വേറെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ചെരുപ്പിട്ടുകൊണ്ടാണ് പോണത്. എന്നിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചപ്പോഴേക്കും മനു അവിടെ എത്തിയിട്ട് വന്നിട്ട് അവിടെ എത്തിയിട്ട് അങ്ങോട്ട് നോക്കുന്നുണ്ട്. ടാറ്റ പരിപാടിയൊന്നും പിന്നെ പൊതുവേ ഇല്ല കേട്ടോ. അത് അങ്ങോട്ട് കൊടുത്താലും അവനങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവൻ അങ്ങോട്ട് തരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അപ്പൂസ് ഇവിടെ എൻ്റെ ചെരുപ്പിട്ടിട്ട് വീഴാൻ പോകുന്നുണ്ട്, അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്താണ് എന്നുള്ളത്. ഇന്നത്തെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പ്രത്യേകതയായിട്ടൊന്നുമല്ല, ഞാനൊരു പ്രത്യേകത ഇങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്നുണ്ട്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ 3 ദിവസം മുന്നേ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. പിന്നെ അതേ അപ്പൂസിൻ്റെ കൂളിയൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് പറയണ്ടേ നിങ്ങൾക്ക്. ഇന്ന് ഞങ്ങളിത് അംഗനവാടിയിൽ വീണ്ടും ഒന്ന് പോയി നോക്കുകയാണ് കേട്ടോ. എന്താകുമെന്ന് അറിയില്ല. ഞാനിനിയിപ്പോൾ പോകുന്ന ദിവസം തന്നെ ഇപ്പോൾ ആഴ്ചയിൽ ഫസ്റ്റായിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം 1 ദിവസമൊക്കെ അവധി കിട്ടുമല്ലോ. അപ്പോൾ വീണ്ടും മടിയാവണ്ട എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയപ്പോൾ തിങ്കളാഴ്ച തന്നെ അങ്ങോട്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവന് ഡ്രസ്സ് ഇടിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ യൂണിഫോം ഇടാൻ വേണ്ടി നിന്ന സമയത്ത് അവൻ പറയുന്നുണ്ട് യൂണിഫോം ചൊറിയുന്നുണ്ടെന്ന്. അതിങ്ങനെ തട്ടുമ്പോൾ ദേഹം ചൊറിയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യൂണിഫോം ഇട്ടില്ല. ഇട്ട യൂണിഫോം അവൻ അഴിപ്പിച്ചു. എന്നിട്ട് അവനിത് യൂണിഫോമിൻ്റെ ട്രൗസർ ഇട്ടിരിക്കണം കേട്ടോ, പക്ഷേ ഷർട്ട് ഇട്ടില്ല. എന്നിട്ട് സാധാ ഷർട്ട് ആണ് അവനിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അംഗനവാടിയിലൊക്കെ എത്തിയിട്ട് അപ്പോൾ അവൻ ആദ്യം തന്നെ ഊഞ്ഞാലിൽ കയറാൻ വേണ്ടിയിട്ട്
അങ്ങനെ ഊഞ്ഞാലിൽ കയറിയിട്ട് അപ്പോൾ ഞാൻ അവനെ കുറേ നേരം അവിടെ ഊഞ്ഞാലിലൊക്കെ ഇരുത്തിയതിന് ശേഷം അവൻ ഊഞ്ഞാലിലിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവൻ കാണാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവന് വലിയൊരു കുഴപ്പം എനിക്കിന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, സാധാരണ ഉള്ള ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ ഊഞ്ഞാലിലിരിക്കുന്ന സമയത്ത് ഞാൻ വേഗം പുറത്തിറങ്ങി മതിലിന് പുറത്ത് നിന്നു, ഗേറ്റിന് മതിലിന് പുറത്ത് റോഡിൻ്റെ സൈഡിൽ നിന്നു. അപ്പോൾ അവൻ്റെ കരച്ചിലൊന്നും കേൾക്കണില്ല കേട്ടോ. ഞാൻ മാറി എന്ന് അവന് മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു, പക്ഷേ കരച്ചിലൊന്നും കേൾക്കണില്ല. പിന്നെ ടീച്ചർ അപ്പുറത്തേക്ക് വന്ന സമയത്ത് ഞാൻ ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു അവിടെ ഊഞ്ഞാലിലിരിക്കുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് ഞാൻ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. അടുക്കളയിലേക്കല്ല കേട്ടോ, ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. സാധാരണ അവൻ്റെ സ്ഥലം അടുക്കളയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ കണ്ടു ടീച്ചർ അവനെ എടുത്തുകൊണ്ട് വന്ന് ക്ലാസ് റൂമിലിരുത്തി. പക്ഷേ അവൻ കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അവൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ എവിടെ എന്നുള്ളത്, അവൻ ചോദിച്ചിട്ടുണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവനങ്ങനെ ക്ലാസ് റൂമിലേക്ക് പോയി. അങ്ങനെ ക്ലാസ് റൂമിലേക്ക് പോയതിന് ശേഷം കുറച്ച് നേരം ഞാനവിടെ നിന്നു കേട്ടോ, കരച്ചിലുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കറിക്കുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുളിയൊക്കെ നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, പരിപ്പും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, അതങ്ങോട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ദേ പരിപ്പ് ഞാൻ വെള്ളരിക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഏട്ടൻ വന്ന സമയത്ത് വെണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വെണ്ടയ്ക്ക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് മൂത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങോട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ സാമ്പാർ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പരിപ്പൊക്കെ വെച്ചു, അതൊക്കെ ആയി വന്ന സമയത്ത് പിന്നെ അതിലേക്ക് രണ്ട് ക്യാരറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഇവിടെ സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു ടൈമിൽ ക്യാരറ്റും ഉള്ളിയും ഒന്നും ചേർക്കാറില്ല കേട്ടോ. അത് വേറൊരു രീതിയാണ്, ഓരോ നാട്ടിലും ഓരോ രീതി ആയിരിക്കുമല്ലോ. തേങ്ങ അരയ്ക്കാത്തതുണ്ട്, തേങ്ങ അരയ്ക്കുന്നതുണ്ട്. അതുപോലെ ചിലവർ ഉള്ളി ചേർക്കും, അതുപോലെ വഴുതനങ്ങ ചേർക്കും, ബീട്രൂട്ട് ചേർക്കും, ക്യാരറ്റ് ചേർക്കും, അങ്ങനെ പല കായ ചേർക്കും. ഇങ്ങനെയൊക്കെ സാമ്പാർ ഉണ്ടാക്കും കേട്ടോ. പക്ഷേ അതൊന്നുമല്ല നമ്മളെ സാമ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്ക, മുരിങ്ങക്കായ, അതുപോലെ തക്കാളി, ഉരുളക്കിഴങ്ങ്, ഇങ്ങനെയാണ് പൊതുവേ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിലേക്ക് 2 ക്യാരറ്റും കൂടെ ചെറിയ കഷ്ണം ഉണ്ടായിരുന്നത് കേട്ടോ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കാനുണ്ട് കേട്ടോ. തിളച്ചതിന് ശേഷം അതോടെ ഓഫാക്കി വെച്ചു. പിന്നെ പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ പയറൊക്കെ ഒന്ന് അരിഞ്ഞതിന് ശേഷം അത് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ അത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ അലക്കിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടാനുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് സമയം ആവുന്നേ ഉള്ളൂ കേട്ടോ. ഒന്ന് പപ്പൂസിനെ കൊണ്ടാക്കി വന്നിട്ടുണ്ടെങ്കിൽ കൂടി നേരത്തെ കൊണ്ടുപോയാക്കിയിട്ടുണ്ട് കേട്ടോ, വൈകിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഡ്രസ്സുകളൊക്കെ ഒന്ന് വിരിച്ചിടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ സാധാരണ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാം കേട്ടോ, ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ എൻ്റെ കൂടെയുള്ള ആളാണ് അപ്പൂസ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയാലും അങ്ങനെ എൻ്റെ വീഡിയോസിൽ സാധാരണ മനുവിനെ അങ്ങനെ കാണിക്കാറില്ല കേട്ടോ. അതുപോലെ തന്നെ ഇനി അപ്പൂസിനെയും മിക്കവാറും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും എന്നോട് പറയാറുണ്ട് കേട്ടോ, മക്കളെയൊക്കെ വെച്ചിട്ടുള്ളത് കാണിക്കണം എന്നുള്ളതൊക്കെ എനിക്ക് കമൻറ്റ് വരാറുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഇനിയിപ്പം മനുവിനെ കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി അപ്പൂസിനെ എനിക്ക് കിട്ടാറുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ അവനെ എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ലെങ്കിൽ അവൻ എന്തായാലും ഉൾപ്പെടും എന്ന് പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവൻ എത്രത്തോളം കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഇങ്ങനെ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഉള്ള ആങ്കേഴ്സ് മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പാടെ നിലത്തേക്ക് വീണു കേട്ടോ. മുഴുവനില്ല കേട്ടോ, ബാക്കിയൊക്കെ അപ്പൂസ് കളിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പകുതിയൊക്കെ അലക്കിയിടുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്ന് എനിക്ക് ഈ ഒരു വീഡിയോസ് മാത്രമേ കാണിക്കാനുള്ളൂ കേട്ടോ. കാര്യം ശരി തന്നെയാണ്, എനിക്ക് എന്നും ഈ വീഡിയോസ് മാത്രമേ കാണിക്കാനുള്ളൂ കേട്ടോ. ഇതിലെന്തെങ്കിലും വെറൈറ്റി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ നമ്മളെ വ്ളോഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം തന്നെയല്ലേ വ്ളോഗിൽ പെടുക. എന്താ പറയുക, ഡേ ഇൻ മൈ ലൈഫ്, ഫാമിലി വ്ളോഗ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ അധികം ഉണ്ടാവുക. പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഈ ഒരു വ്ളോഗിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഈ ഒരു രീതിയിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോവട്ടെ. ഏതായാലും ഇങ്ങനെ തന്നെയല്ലേ നമുക്ക് ഇത്രത്തോളം എത്താൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളൊരു ചിന്തയും കൂടി എനിക്ക് വരാറുണ്ട്. എന്നാലും നിങ്ങളെയൊക്കെ മടുപ്പിക്കാത്ത രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ.
അപ്പോഴേക്കും ഇതേ ഞാൻ ഇളക്കിയിട്ടതിന് ശേഷം ഞാൻ കുറച്ച് നേരം നമ്മൾ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം വന്നതിന് ശേഷം നമ്മൾ കറിയിൽ കടുക് വറുത്തിടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് വറുത്തിട്ടു. പിന്നെ പയറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പയറ് വെച്ചതിന് ശേഷം ലാസ്റ്റ് വെളിച്ചെണ്ണ തുളിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ട് അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് പോലെ ഇങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഇതേ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇതിലധികം ഒന്നും വേണ്ട, കാരണം നമ്മളിത് വറുത്തെടുക്കാനുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വെച്ചു കേട്ടോ. പിന്നെ എനിക്ക് വേറെ കുറേ വീഡിയോസ് കാണാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെണ്ട ഉണ്ടല്ലോ, വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഏട്ടനാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഏട്ടനാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ കഴിക്കാൻ ആ ഒരു ടൈമിൽ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് ഇതൊന്ന് വീഡിയോ എടുത്തതായിരുന്നേ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നല്ല രീതിയിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തു, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ നല്ല രീതിയിൽ തന്നെ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ സാമ്പാറും ഉപ്പേരിയും തൈരും കൂടി എടുത്തിട്ട് ചോറൊക്കെ കൊണ്ടുവന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെനിക്ക് വേണ്ട കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അതവിടെ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ അംഗനവാടിയിൽ ടീച്ചറെ വിളിച്ചു നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ അംഗനവാടിയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ 3 മണിക്ക്. അപ്പോൾ അതിന് കണ്ട് ഞാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പൂസ് ഉറങ്ങുമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അവൻ പുറത്തൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറങ്ങായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അവൻ ഏതായാലും അടുക്കളയിലല്ല, ക്ലാസ് റൂമിലാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വാതിലൊക്കെ തുറന്ന് വന്ന് ഇപ്പോൾ എവിടെ കിടക്കുന്നതൊന്നും കാണുന്നില്ല കേട്ടോ. പിന്നെ നോക്കുമ്പോൾ ആളിരിക്കുന്നു ഇവിടെ, കണ്ടില്ലേ, യൂണിഫോം ഒന്നും ഇടാതിരിക്കുന്ന കണ്ടില്ല. അപ്പം ഞാൻ ചെന്ന ഒരു സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവൻ കരഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ അങ്ങനെ ആകെ വിഷമമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതൊന്നുമില്ലേ. അപ്പോൾ അങ്ങനെ അവളിങ്ങനെ അന്തം വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ പിന്നെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. വരുന്ന സമയത്ത് ഞങ്ങളൊരു സ്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സ്ലേറ്റ് കിട്ടിയില്ല. അവിടെ ഉണ്ടായിരുന്നതൊക്കെ പഴകിയ സ്ലേറ്റ് പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ പുറത്തുനിന്ന് വേറെ പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഈ മീറ്റിങ്ങിന് കുറേ പാരൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ മാസത്തിൽ ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് പോരാൻ നേരത്തും അവൻ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ഇരുന്നിട്ട് ഞാനിനി മുഷിപ്പിക്കേണ്ടല്ലോ, നാളെ വരാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു. പിന്നെ നമുക്ക് വേഗം ഓടിയിട്ട് വല്ല പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊഞ്ഞാലിലൊക്കെ ആടിയിട്ടാണ് പിന്നെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവൻ്റെ ഒപ്പമുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് പയറൊക്കെ നന്നാക്കി വയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു കുറച്ച് നേരം. പിന്നെ അത് അരിയാനും കാര്യങ്ങൾക്കൊക്കെ ഇട്ട് നിന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്ന് ഇത്തിരി ലെങ്ത്ത് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മൾ ഇത്ര ലെങ്ത്തൊന്നും ഉണ്ടായിരിക്കില്ല വീഡിയോ ഒക്കെ കേട്ടോ. അപ്പോൾ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.